20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലെ 1920 കാലഘട്ടത്തിലെ എലഞ്ഞി സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് ചർച്ച് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് മുരിക്കൻ കത്തനാരുടെ നേതൃത്വത്തിലെ ഇവിടെ ഉള്ളതായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു സൗകര്യമില്ലാതിരുന്ന കാലഘട്ടത്തിലെ എലഞ്ഞി പള്ളിയെ കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ആരംഭിക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയും നാട്ടുകാരുടെയും ഇടവക ജനങ്ങളുടെ എല്ലാ സഹകരണത്തോടുകൂടി ഗവൺമെന്റിൽ നിന്നും അനുവാദം വാങ്ങിച്ചുകൊണ്ട് 1925 ജൂൺ മാസത്തിലെ ഈ സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പ്രതിഭാധനനായ ആ വന്യ വൈദികന്റെ പരിശ്രമവും അന്ന് മുതൽ 1949 വർഷം വരെയും ഈ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നതായ ചെറുപ്പുറത്തെ CM കുര്യാക്കോസ് സാറിൻ്റെയും നേതൃത്വം ഈ ഇലഞ്ഞിയിലെ സ്കൂളിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും പിന്നീട് വന്നതായ വികാരിമാരും അതുപോലെ തന്നെ പിന്നീട് വന്നതായ ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർമാരും ഈ സ്കൂളിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. എലഞ്ഞി, മുത്തോലപുരം, മരങ്ങോലി, ശാന്തിപുരം, മുളക്കുളം, പെരിയപ്പുറം, ജോസി, കൂത്താട്ടുകുളം മുതലായ സ്ഥലങ്ങളിൽ നിന്നുള്ളതായ കുട്ടികളാണ് ഈ സ്കൂളിലെ പ്രധാനമായിട്ടും പഠിച്ചുകൊണ്ടിരുന്നത്. 1949 ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടതോടുകൂടി കൂടുതൽ കുട്ടികളെ ഈ ക്ലാസ്സുകളിലേക്ക് വരികയും അത് പടിപടിയായിട്ട് ഉയർന്ന് 2000 ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് ഇത് തീരുകയും ചെയ്തു. ഹയർ സെക്കൻഡറി സ്കൂള് ഇന്ന് 25 വർഷം പൂർത്തിയാക്കിക്കൊണ്ടതിൻ്റെ രജത ജൂബിലി നിറവിലാണ്. അതോടൊപ്പം നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളുമെല്ലാം 100 വർഷം തികഞ്ഞുകൊണ്ട് അതിൻ്റെ ശതാബ്ദിയുടെ ഒരുക്കത്തിലുമാണ്. ഈ ശതാബ്ദി ആഘോഷങ്ങൾക്കെല്ലാം ഏതാണ്ട് 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്നതായ പ്രോഗ്രാമുകളാണ് നമ്മൾ വിഭാവനം ചെയ്യുക. ഈ സ്കൂളിൽ പഠിച്ച് ഇറങ്ങിപ്പോയിട്ടുള്ളതായ പ്രതിഭാധനന്മാർ ഒത്തിരിയേറെ പേരുണ്ട്. അഭിമന്യ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ്, സിസ്റ്റർ മേരി ബെനീഞ്ഞ പ്രസിദ്ധ കവിയത്രിയാണ്. അതുപോലെ പെരുമ്പടവം ശ്രീധരൻ, അങ്ങനെ മറ്റനേകം വ്യക്തികളെ ഈ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം 2024 ഓഗസ്റ്റ് മാസം 21-ാം തീയതി ബുധനാഴ്ച രാവിലെ 9:30 എലഞ്ഞി പള്ളിയിൽ നടക്കുന്നതായ കൃതജ്ഞതാ ബലിയോടുകൂടി ആരംഭിക്കുന്നു. 10:30 ഉള്ളതായ ആ ഉദ്ഘാടന സമ്മേളനത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ്. അദ്ദേഹം ഇപ്പോഴേ മുന്നാക്ക സമുദായ കമ്മീഷന്റെ ചെയർമാൻ കൂടിയാണ്. അനുഗ്രഹ പ്രഭാഷണം നടത്തുക റവറൻഡ് ഫാദർ ജോർജ് പുല്ലുകാലായിൽ, കോർപ്പറേറ്റീവ് സെക്രട്ടറിയാണ്. അതുപോലെ അലുമിനി അസോസിയേഷന്റെ ഉദ്ഘാടനവും അംഗത്വ വിതരണവും നടത്തുക നമ്മുടെ MLA കൂടിയായ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിൽ, അതുപോലെ പാലാ സെന്റ് തോമസ് കോളേജിൽ നിന്നും ഈ വർഷം റിട്ടയർ ചെയ്തുകൊണ്ട് ചുണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്നതായ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്തെ, പ്രിൻസിപ്പാൾ രാജേഷ് C. കുന്നമ്പറും മുതലായ പ്രമുഖ വ്യക്തികളെ ഇതിൽ സംസാരിക്കുന്നതാണ്. അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റ്
ശ്രീ ഡോക്ടർ വി എം മാത്യു സാറ് സ്വാഗതം ഓതുന്നതായ ഈ സമ്മേളനത്തിലെ ശ്രീമതി മാജി സന്തോഷ്, സുമൻ ചെല്ലപ്പൻ, പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സിനി ആർട്ടിസ്റ്റ് ശ്രീകാന്ത് മുരളി, ശ്രീ കെ പി ശ്രീകുമാർ സാറ്, PTA പ്രസിഡന്റ് ജിസ് ഐസക് മുതലായവരെ സംസാരിക്കുന്നതാണ്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി സിൽജ മാത്യൂസ് കൃതജ്ഞത അർപ്പിക്കുന്നതുമാണ്. ഈ സമ്മേളനത്തിലേക്ക് നല്ലവരായ എല്ലാ നാട്ടുകാരെയും അതുപോലെ തന്നെ ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിപ്പോയതായ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ശതാബ്ദി വർഷത്തെ മറ്റ് പ്രോഗ്രാമുകളെ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിൻ്റെ സമാപന സമ്മേളനം ഫെബ്രുവരി 2025 നടത്തുവാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്രകാരം വിപുലമായ പ്രോഗ്രാമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ, ഈ കലാലയത്തിൻ്റെ ഈ 100 വർഷം തികയുന്നതായ ആഘോഷങ്ങളെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ സാന്നിധ്യവും ഓരോന്നിലും ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയും ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു.